ഫാമിലി ഉറപ്പായിട്ട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല പടം, നിരാജസ്മിൻ പെർഫോമൻസ് കൊള്ളാം. പടം കുഴപ്പമില്ല. ഇതൊരു റൊമാൻറ്റിക് ഫാമിലി ഡ്രാമയാണ്. ഒട്ടും ലാഗൊന്നുമില്ല. പിന്നെ നല്ല കോമഡി സീൻസ് ഒക്കെ നല്ലതാണ്. കോമഡി സീൻസും റൊമാൻറ്റിക് സീൻസും എല്ലാം സൂപ്പറാണ്. പിന്നെ സോങ്സും സൂപ്പറാണ്. കോമ്പിനേഷനാണ് നരയനായിട്ടുള്ള അങ്ങനെ ഒരു കോമ്പിനേഷൻ. നരയനും നല്ലപോലെ അത്യാവശ്യം കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവി, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം നല്ല മൂവിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡിയും സെൻറ്റിമെൻ്റലൊക്കെ വർക്കൗട്ട് ആയിട്ടുള്ളൊരു പടമാണ്. ഫാമിലി ഉറപ്പായിട്ട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരുടെ ഫാമിലി, കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്നിരുന്ന് കാണാൻ പറ്റുന്ന പടം. പിന്നെ നേരെ വേറൊരു ജോണറിൽ പോകുന്ന പടം, കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ഇത് ഒരുമിച്ചിരുന്ന് നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഇറങ്ങി പോവാം. ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട. ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പോയി കാണാം, അടിച്ചു പൊളിക്കാം, ഈ ന്യൂ ഇയർ ആഘോഷിക്കാം. അത്രയേ ഉള്ളൂ. നല്ല സിനിമയാണ് ക്യൂൻ എലിസബത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ലൈഫിൻ്റെ സിനിമ പറയുന്നതെങ്കിലും നന്നായിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. മീല ജാസ്മിനും നരയനും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അവർ വീണ്ടും ഹിറ്റ് നമുക്ക് തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പപ്പേട്ടൻ്റെ ഡയറക്ഷൻ, ജിത്തു ചേട്ടൻ്റെ ക്യാമറ, മൊത്തത്തിൽ ഗംഭീര സിനിമ. നല്ല സിനിമയാണ്. പല വേരിയൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ചിരിക്കാനുണ്ട്, ഇമോഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം, പപ്പേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിലൊരു സന്തോഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് കാണാം, എല്ലാവർക്കും കാണാം. ഇനി നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്തായാലും കാണണം. ഓക്കെ, താങ്ക് യു.